ഇതൊരു വർഗീയതയൊന്നുമല്ല. എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ്. ഈ ഇടവകയുടെ പരിസരത്ത് ഒരു 5-6 കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരന് നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്, കമ്മ്യൂണിറ്റി പ്രെയർ. അത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഫാമിലിയായിട്ടല്ല. മിനിമം 40 മച്വർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക്. അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ട് വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ 40 മച്വർ ആണുങ്ങളുള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം. അടുത്ത എൻ്റെ ടാർഗറ്റ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണമെങ്കിൽ മിനിമം 40 കുടുംബങ്ങൾ വേണം. എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ, സ്വന്തക്കാരനെ, പരിചയക്കാരെ, ഇനി സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെയൊക്കെ ആ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു 40 കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും. അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ്. നമ്മൾ നസ്രാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ, ഇച്ചിരി മോഹവില കിട്ടി വിറ്റ് പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം